നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ പറയുന്ന ഐ.ടി. സ്കൂളിന്റെ സോഫ്റ്റ്വെയറുകൾ നമുക്ക് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കൃത്യമായിട്ട് കാണുക. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ ഞാനിപ്പോൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇട്ടിരിക്കുന്നത് വിൻഡോസ് 10 ആണ് യൂസ് ചെയ്യുന്നത്. വിൻഡോസ് 7 ഉള്ളവർക്കും ഈ വീഡിയോ തന്നെ കണ്ടാൽ മതി. അപ്പോൾ എല്ലാവരുടെ വീടുകളിലും ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവണമെന്നില്ല. ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളവരാണെങ്കിൽ സോഫ്റ്റ്വെയർ സെന്ററിൽ പോയി ഈ പറയുന്ന സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമ്മുടെ ആൻഡ്രോയിഡിൽ പ്ലേ സ്റ്റോറിനെ പോലെ സോഫ്റ്റ്വെയർ സെന്റർ ഉബുണ്ടുവിലുണ്ട്. പക്ഷേ ഈ പറയുന്ന വിൻഡോസിലും ഉണ്ട്. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് നെറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ് ഇങ്ക്സ്കേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഈ പറയുന്ന കമ്പ്യൂട്ടറിനെ ഒരു വൈഫൈയോ അല്ലെങ്കിൽ ലാൻ കേബിൾ വഴിയോ കണക്ട് ചെയ്ത് വെച്ചേക്കുക. ഞാനിപ്പോൾ മൊബൈൽ ഫോൺ എന്നുള്ള നെറ്റ് ടെതർ ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നെറ്റ് ടെതർ ചെയ്യാൻ ഓപ്ഷൻ നമുക്കില്ല എങ്കിൽ നിങ്ങളുടെ മൊബൈലില് ഡാറ്റ കേബിൾ കണക്ട് ചെയ്ത് ഈ പറയുന്ന ഫോണിൽ നിന്നും USB കേബിൾ വഴി നമുക്ക് നെറ്റ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയെന്നുള്ള യൂട്യൂബിൽ കണ്ട് നോക്കി ചെയ്യുക. ഇല്ലെങ്കിൽ വൈഫൈ കണക്ട് ചെയ്താലും മതി. നിങ്ങൾക്ക് വീട്ടിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടർ PC-ലൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വൈഫൈ എനേബിൾ ചെയ്ത് വരുന്നില്ല എങ്കിലുള്ള ഓപ്ഷനാണ് ഞാൻ മറ്റത് പറഞ്ഞത്. USB വെച്ചിട്ട് കണക്ട് ചെയ്ത് നെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ അതിന് മുന്നോടിയായിട്ട് ഈ പറയുന്ന ഗൂഗിൾ ക്രോം എടുക്കുകയാണ്. ഓക്കെ, ഗൂഗിൾ ക്രോമിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇൻക്സ്കേപ്പ് ഫോർ വിൻഡോസ് എന്ന് കൃത്യമായിട്ട് വന്നു. ഞാൻ അത് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തപ്പോഴത്തേക്കും കുറെ സെർച്ച് റിസൾട്ടുകൾ വരും. ആ റിസൾട്ടിൽ നിന്നും നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻ എന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് അല്ല, ഇത് ഏറ്റവും പഴയ വെർഷൻ ആണ് ഇരിക്കുന്നത്. അതായത് ഇങ്ക്സ്കേപ്പ് 0.92.3 എന്ന് പറയുന്നത് പഴയ വെർഷൻ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ആണ് 1.0 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് ഈ ഇങ്ക്സ്കേപ്പ് 1.0 ആണ്. അപ്പൊ ഞാനത് ക്ലിക്ക് ചെയ്തു. അത് അടുത്ത ടാബിലേക്ക് ഓപ്പൺ ആവുന്നുണ്ട്. അവരുടെ വെബ്സൈറ്റിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എബൌട്ട്, ഡൗൺലോഡ്, ന്യൂസ്, കമ്മ്യൂണിറ്റി, ലേൺ, കോൺട്രിബ്യൂട്ട്, ഡെവലപ്പ്, സപ്പോർട്ട്സ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്, ഡൗൺലോഡിലേക്ക് വരിക. ഡൗൺലോഡിൽ നിന്നും കറണ്ട് വെർഷൻ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഈ കറണ്ട് വെർഷൻ ക്ലിക്ക് ചെയ്യുക. കറണ്ട് വെർഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഗ്നു ലിനക്സ്, വിൻഡോസ്, മാക്, അതുപോലെ തന്നെ സോഴ്സ്. ഗ്നു ലിനക്സ് എന്ന് പറഞ്ഞാൽ ഉബുണ്ടു, അതായത് ലിനക്സിന് വേണ്ടിയിട്ട്. വിൻഡോസ്, മാക് എന്ന് പറയുന്നത് ആപ്പിളിന്റെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ടത് വിൻഡോസ് ആണ്. വിൻഡോസിൽ ക്ലിക്ക് ചെയ്യുക. വിൻഡോസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്ന് 32 ബിറ്റ്, 64 ബിറ്റ്. അപ്പോൾ ഈ ബിറ്റ് റേഷ്യോ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യുക. കമ്പ്യൂട്ടറിന്റെ ദിസ് PC എന്നുള്ളതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് തിരഞ്ഞെടുക്കുക. പ്രോപ്പർട്ടീസ് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും നമുക്ക് അത് എത്ര ബിറ്റ് റേഷ്യോ ഉള്ളതാണെന്ന് കൃത്യമായിട്ട് കാണിക്കും. 64 ബിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 64 ബിറ്റ് തന്നെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ 64 എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഈ 64 ബിറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ രണ്ട് ഓപ്ഷൻസ് എനേബിൾ ചെയ്ത് വരും. ഇൻസ്റ്റാളറിന് EXE ഫോർമാറ്റ്, അതുപോലെ MSI ഫോർമാറ്റും ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം MSI ഓപ്ഷൻ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. കുറച്ച് സമയം എടുക്കും. എന്ന് വെച്ചാൽ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും. ഞാൻ എൻ്റെ ഫുൾ സൈസ് ആണ് എടുക്കുന്നത്. ഇവിടെ 123 MB വീഡിയോ എൻ്റെ സെറ്റപ്പ് ഫയൽ MSI ഫയൽ ഡൗൺലോഡ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. കണ്ടല്ലോ. ഓക്കെ, അപ്പോ ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആയി. നമ്മൾ ഇനി അതിന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന ഐക്കണിൽ അല്ലെങ്കിൽ ഇങ്ക്സ്കേപ്പ് 1.0 എന്നുള്ളത് തന്നെ ഒരു ക്ലിക്ക് കൊടുക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ഫോൾഡറിൽ പോയി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത്രയും പോകണ്ട എങ്കിൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, ഒരു ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ ഇൻസ്റ്റാളറേക്ക് വന്നു. ഇതാണ് എൻ്റെ ഇൻസ്റ്റാളേഷൻ വിൻഡോ. ഞാൻ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് അത് വന്നത്. ഫിനിഷ്. ഓക്കെ, ഇതിനകത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഐ അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. എല്ലാം പൈത്തൺ പ്രോഗ്രാമിംഗ് ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ കുറച്ചൊരു സമയം എടുക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വരാൻ.
ഇപ്പോൾ നമ്മുടെ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു നമ്മുടെ കമ്പ്യൂട്ടറിൽ. ഇതിൽ ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡെസ്ക്ടോപ്പ് ഒന്നുകൂടി റിഫ്രഷ് ചെയ്യുക. അതിനുശേഷം ഈ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിനെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഗിം സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഗിം സോഫ്റ്റ്വെയർ ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് വെർഷൻ ആണ് യൂസ് ചെയ്യുന്നത്. 2.1.0.18 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എല്ലാ സോഫ്റ്റ്വെയറുകളും 10ാം ക്ലാസ്സുകാർക്കാണെങ്കിൽ 2 സോഫ്റ്റ്വെയർ ഒഴിച്ച് ബാക്കി എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഇതേപോലെ അവരുടെ സൈറ്റുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്കിയുള്ള സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അത് ലിനക്സിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതൊരു സൺഗ്ലോക്ക് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറും പിന്നെ ഒരു 9ാം ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇതാണ് പുതിയ ഇങ്ക്സ്കേപ്പിന്റെ പുതിയ ലേറ്റസ്റ്റ് വെർഷൻ ഇങ്ക്സ്കേപ്പിന്റെ ജാലകം. അപ്പോ നമ്മള് കഴിഞ്ഞ പഠിച്ചത് പോലുള്ള ഒരു വിൻഡോ ആവത്തില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കുറച്ചൊരു സ്ട്രക്ചർ മാറ്റം കാണാൻ പറ്റും. പക്ഷെ ഫംഗ്ഷൻ എല്ലാം പഴയതുപോലെ തന്നെയാണ്. ഇപ്പൊ പുതുതായിട്ട് വരുന്നത് ഈ കുറച്ച് ടൂളുകളൊക്കെ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് മാറി ഇവിടെ ആയി. ഇപ്പൊ ഗ്രേഡിയന്റ് ഒന്നും ഇവിടെ ഇല്ല. ഗ്രേഡിയന്റ് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ക്രിയേറ്റ് ഗ്രേഡിയന്റ്, അതാണ് ക്രിയേറ്റ് ഗ്രേഡിയൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഇങ്ക്സ്കേപ്പിന്റെ പ്രധാനപ്പെട്ട ജാലകങ്ങൾ. ഓക്കെ, നമുക്കിത് വേണ്ടെങ്കിൽ ഇത് മിനിമൈസ് ചെയ്യാം. ഇതെല്ലാം മിനിമൈസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ എന്ന് പറയുന്നത്. നമ്മൾ ലിനക്സിൽ യൂസ് ചെയ്യുന്നത് ഏറ്റവും ഓൾഡർ വെർഷൻ ആണ്. ഇതിപ്പോ ഏകദേശം ഒരു 1.5 മാസമേ ആവുള്ളൂ ഇത് റിലീസായിട്ട്. ഇപ്പോ അതാ 5ാം മാസം ഇറങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ ഒരു 1.0. ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത് വേറെ ലേറ്റസ്റ്റ് അല്ലായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് അഡീഷണൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. പുതിയ എക്സ്റേ മോഡ് എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ വരച്ച അപ്പോൾ അതിൻ്റെയൊക്കെ എക്സ്റേ മോഡൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അതായത് അതിൻ്റെ അകത്ത് വരച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പം ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഞാൻ അതിനടുത്ത് Ctrl+Shift+D കൊടുത്തു. ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസിലേക്ക് വന്നു. ഷോ പേജ് ബോർഡർ ഒഴിവാക്കി ഞാൻ ഒരു ഒബ്ജക്റ്റ് വരച്ച് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ അതിന് വേണ്ടിയിട്ടൊരു സർക്കിള് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് വേണമെങ്കിൽ ഒരു സ്റ്റാർ വരച്ചു. സ്റ്റാൻഡ് ഒപ്പാസിറ്റി കുറവാണ്. അപ്പോൾ ഒപ്പാസിറ്റി നമ്മൾ കൂട്ടണമെങ്കിൽ അവിടെ ഉണ്ട്. ഒപ്പാസിറ്റി എന്ത് ചെയ്യുക, അവിടെ കൂട്ടി കൊടുക്കുക. നമുക്ക് അടുത്തൊരു സ്പൈറൽ വരയ്ക്കണമെങ്കിൽ അതിന് ഞാൻ ഒരു കളർ കൊടുത്തു. ഇങ്ങനെ വരയ്ക്കുകയാണ്. ഞാൻ എൻ്റെ സ്ട്രോക്ക് എനിക്ക് വേണ്ട. സ്ട്രോക്ക് 0.00 കൊടുത്ത് എൻ്റർ ചെയ്തു. ഓക്കെ, ഞാൻ എന്നിട്ട് ഒരു കാലിഗ്രാഫ് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുന്നു. അപ്പോൾ അതിന് കളർ വന്നില്ല. അതിന് ഫിൽ ആൻഡ് സ്ട്രോക്കിൽ പോയിട്ട് ഗ്രേഡിയന്റ് കൊടുത്തിട്ട് ഫ്ലാറ്റ് കളർ കൊടുക്കുക. ഓക്കെ, ഇത്രയും വരച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എക്സ്റേ മോഡ് കാണാൻ പറ്റും. വ്യൂ കൊടുക്കുക, എക്സ്റേ മോഡ് കൊടുക്കുക. എക്സ്റേ മോഡ് കൊടുക്കുമ്പോൾ നമ്മൾ വരച്ച ഒബ്ജക്റ്റിന്റെ ഒക്കെ ഒരു ബോർഡർ കാണാൻ പറ്റും. കാണുന്നുണ്ടോ? കണ്ടോ? ഇതാണ് എക്സ്റേ മോഡ്. ഇതൊക്കെ പുതിയ അപ്ഡേറ്റിൽ വന്നതാണ്, പഴയതിലൊന്നും ഇല്ല. നമ്മൾ ലിനക്സിൽ ഉപയോഗിക്കുന്നതിലൊന്നുമില്ല. ഞാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലുണ്ട്. പക്ഷെ നമ്മൾ IT സ്കൂളിൽ ഇതുവരെയ്ക്കും ഇത് എനേബിൾ ചെയ്ത് വന്നിട്ടില്ല. കാര്യം ലേറ്റസ്റ്റ് ആയതുകൊണ്ട് തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഇങ്ക്സ്കേപ്പിനെ പോലെ ഇതേ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ അഫിനിറ്റി ഡിസൈനർ. അത് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ല. ഇത് പക്ഷെ പെയ്ഡ് ആണ്, പൈസ കൊടുത്ത് മേടിക്കേണ്ടതാണ്. നമുക്കിത് വേണ്ട. അപ്പോൾ ഈ വീഡിയോ കണ്ട് നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കുക.